ഫലസ്തീന് പോലെ തന്നെ ഇന്ന് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു വലിയൊരു ലാർജർ കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ടുള്ള ഡിപ്പോർട്ടേഷനും ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് റോഹിംഗ്യൻ മുസ്ലിംസ് ആണെങ്കിൽ ഈ റോഹിംഗ്യൻ കമ്മ്യൂണിറ്റിയാണ് നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ അടുത്ത് ഭയങ്കര എക്സ്ക്ലൂസീവായിട്ട് മക്തൂം മീഡിയ ഔട്ട് ചെയ്തിരുന്നൊരു ന്യൂസ് ഉണ്ട്. ഈ മെയ് 12-നല്ലേ ന്യൂസ് ഔട്ട് ചെയ്യുന്നത്? 11-ന്. അതായത് 40 പേരെ ഇന്ത്യയിൽ നിന്ന് തിരിച്ച് മ്യാൻമറിലേക്ക് ഡിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ഭയങ്കര എക്സ്ക്ലൂസീവായിട്ടുള്ള സാധനമായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഷഹീൻക്കാണ് ആ സാധനം റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് അവിടുന്ന് തുടങ്ങാൻ തോന്നുന്നു. എങ്ങനെ, അതായത് എന്താണ് റോഹിംഗ്യൻ മുസ്ലിംസിൻ്റെ അല്ലെങ്കിൽ റോഹിംഗ്യൻ കമ്മ്യൂണിറ്റിയുടെ ബേസ് ഇഷ്യൂ? ഈ സ്റ്റോറി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മെയ് 7 നമുക്ക് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസിലെ അട്രോസിറ്റീസൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. അവരിങ്ങനെ റോഹിംഗ്യ ക്രിസ്ത്യൻസ്, അവർ കൂട്ടത്തിലൊരു മൈനോറിറ്റിയാണ് റോഹിംഗ്യ ക്രിസ്ത്യൻസ് എന്നുള്ളത്. അപ്പം അവരെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവരെ ഡീപ്പോർട്ട് ചെയ്തതല്ല, ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരുന്നത്. നമുക്ക് പേഴ്സണലായിട്ട് ഒരു മെസ്സേജാണ്, അങ്ങനെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ അങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഡിറ്റൻഷൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ പെഹൽഗാം അറ്റാക്കിന് ശേഷം വരുന്ന ഡിറ്റൻഷൻ കുറച്ചും കൂടെ ശ്രദ്ധ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളതിൽ സ്റ്റോറി ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അവർ തരുന്നൊരു കോണ്ടാക്ട്, അതായത് നേരത്തെയുള്ള റോഹിംഗ്യ കോണ്ടാക്ട് അല്ലാത്തൊരു പുതിയ കോണ്ടാക്റ്റാണ്. അപ്പം അവരോട് സംസാരിച്ച് അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി ഡീപ്പോർട്ട് ചെയ്യാൻ പോവുകയാണെന്നുള്ളത്. അപ്പം അങ്ങനെ ഏതാനും മണിക്കൂറിനുള്ളിൽ അങ്ങനെ എയർപോർട്ടിൽ കൊണ്ടുപോയി ഡീപ്പോർട്ട് ചെയ്യാന്നുള്ളത് ഇന്ത്യ ഇതുവരെ ചെയ്തിട്ടില്ല. ഒരുപാട് സമയം എടുത്തുള്ള പ്രോസസ്. ജമ്മുന്ന് നേരത്തെ ഡീപ്പോർട്ടേഷൻ നടന്നിട്ടുണ്ട്. സാധാരണ ഇതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും? സ്വാഭാവികമായിട്ട് ഒരാളെ ഡീറ്റെയിൻ ചെയ്തിട്ട് ഏകദേശം 700ഓളം റോഹിംഗ്യാസ് ഇന്ത്യയിലെ പല ജയിലുകളിലായിട്ട് ഡിറ്റൻഷൻ സെൻ്ററുകളിലായിട്ടുണ്ട്. ട്രാൻസിറ്റ് ക്യാമ്പ് എന്നാണ് അതിനെ വിളിക്കുക. നേരത്തെ ഡിറ്റൻഷൻ ക്യാമ്പ് ഈ CA സമയത്ത് പ്രശ്നമായപ്പോൾ ഇന്ത്യ പേര് മാറ്റി അതിനെ ട്രാൻസിറ്റ് ക്യാമ്പ് എന്നാക്കി. പക്ഷെ ആരും സ്വീകരിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ഇവർ ഇൻഡെഫിനിറ്റ് ഡിറ്റൻഷനാണ്. കഴിഞ്ഞ വർഷം നമ്മളൊരു വാർത്ത കൊടുത്തിരുന്നു, 1632 ദിവസം ഡിറ്റൻഷനിൽ കിടന്നൊരു സ്ത്രീ മരിച്ചതിനെ കുറിച്ചിട്ടുള്ള ജമ്മുവിലുള്ള ക്യാമ്പിൽ. അതും ഈ പറഞ്ഞ എക്സ്ക്ലൂസീവാണ്, വേറെ ആരും വാർത്ത കൊടുത്തില്ല. നമുക്ക് ഒരാൾ റോഹിംഗ്യയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ മക്തൂബായിട്ട് അഫിലിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവർ തന്നൊരു വാർത്ത വെച്ചിട്ട് നമ്മൾ കൊടുത്താണ്. അപ്പം ഇങ്ങനെ ഒരു വാർത്ത വരികയാണ്. അവരാദ്യം പറയുന്ന 15 പേരാണ്, 29 പേരെ പിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത വരികയാണ്. അപ്പം ഡീപ്പോർട്ടേഷൻ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ 2-3 നേരം വിളിച്ച് ചോദിച്ചപ്പോഴൊന്നും അങ്ങനെ ഒരു ചാൻസ് ഇല്ല. പിന്നെ നേരത്തെയുള്ള റോഹിംഗ്യ ആക്ടിവിസ്റ്റുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, അന്ന് വിളിച്ചിട്ട് സംസാരിക്കുന്നുമില്ല. അപ്പം ഒരു ബൈറ്റ് എക്സ്ട്രാ ബൈറ്റും കൂടെ കിട്ടി നമ്മൾ എന്ത് ചെയ്തു, ഈ വാർത്ത കൊടുത്തു. ഫസ്റ്റ് വാർത്ത ചെറിയ വാർത്തയാണ്, റോഹിംഗ്യാസിനെ ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, എയർപോർട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, അമിഡ്സ് ഫിയർ ഓഫ് ഡിപ്പോർട്ടേഷൻ. അങ്ങനെ ഒരു ഭയം ഇവരുടെ ഇടയിലുണ്ട് എന്നുള്ള രീതിയിൽ. അത്രേ പറയാൻ പറ്റില്ല, കാരണം ഡിപ്പോർട്ടേഷൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല നമുക്ക്. അന്ന് വൈകുന്നേരം ഈ പറഞ്ഞ ലോയർ വിളിച്ച് നിനക്കിടന്ന് വാർത്ത ഇട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് അറിയാത്തത് വാർത്ത നമുക്ക് ഇങ്ങനെ ഇട്ടാനാണ് ചോദിച്ചത്. അങ്ങനെയല്ല, ഡീറ്റെയിൽസ് പറയുക. അപ്പം വെരിഫൈ ചെയ്താണ്, ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ വെരിഫൈ ചെയ്താണ്, എൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഉണ്ട്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, മൂപ്പര് ഇതിലൊരു പെറ്റീഷനും കൂടിയാണ്, ഫസൽ അബ്ദുല്ലി എന്ന് പറഞ്ഞിട്ട്. മൂപ്പര് കുറച്ചും കൂടെ UNHCR അടുത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അയാളെ അടുത്ത ദിവസം പെറ്റീഷന് പോവുകയാണ്. അയാളടക്കം ഒരുപാട് പേര്, ഈ കോളിൻ ഗോൺസാൽവസ്, പ്രശാന്ത് ഭൂഷണൊക്കെ വരുന്ന ഒരു ഹിയറിംഗ് ആണ്. അപ്പോൾ അവർ പോലും അപ്പോഴാണോ അത് അറിയുന്നത്? അല്ല, അവർ അറിയുന്നുണ്ട്, അവർ നേരത്തെ അറിയുന്നുണ്ട്. അതൊക്കെ അവർ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ല ചെയ്യുന്നത്, നേരത്തെ അവർ തന്നെ അറിഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം കോടതിയിൽ വരുന്നു. കോടതി എന്ത് പറയുന്നു, ഒരു രീതിയിലൊരു മനസ്സാക്ഷി ഇല്ലാത്തൊരു വെച്ച് കഴിഞ്ഞാൽ ഡിപ്പോർട്ടേഷൻ നിർത്തണം എന്നായിരുന്നു ഇവരുടെ പെറ്റീഷനിലുണ്ടായിരുന്നത്. അത് അംഗീകരിച്ചില്ല. പകരം കോടതി 2 ഒബ്സർവേഷൻ നടത്തുന്ന. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഹിംഗ്യാസിനെ
റോഹിംഗ്യാസിന് ഉള്ള UN കാർഡ്, ഇവർക്ക് എല്ലാവർക്കും UN കാർഡ് ഉണ്ട്. അത് ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ ആ പെറ്റീഷനിൽ കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ വാർത്തയിലും കൊടുത്തിട്ടുള്ളത്. അപ്പം UN കാർഡ് ഉണ്ടെങ്കിൽ കൂടി, UNHCR കൊടുക്കുന്ന റെഫ്യൂജി കാർഡ് ഉണ്ടെങ്കിൽ കൂടി ഇവർക്ക് ഡിപ്പോർട്ട് ചെയ്യാം. ഇന്ത്യ അതിനെ അംഗീകരിക്കുന്നില്ല. ഇന്ത്യ റോഹിംഗ്യ കൺവെൻഷൻ, അതായത് റെഫ്യൂജി കൺവെൻഷനിൽ സിഗ്നറ്ററി അല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ കുറച്ച് ദേശീയത ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്യം ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഇതിനെക്കുറിച്ചാണോ ആലോചിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിപ്പോർട്ടേഷൻ തടയുന്നില്ല. നേരത്തെയുള്ള കേസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട്, ഒരുമിച്ച് കൂട്ടിക്കൊണ്ട്, ക്ലബ് ചെയ്തുകൊണ്ട് ജൂലൈ 31 കേസ് മാറ്റി വെക്കുകയാണ്. എന്നുവെച്ചാൽ 2 മാസം അപ്പുറത്ത്. പക്ഷേങ്കിൽ ആ റിമാർക്സ് ഭയങ്കരമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ച സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ UN കാർഡ് ഉണ്ടെങ്കിലും കൂടി നിങ്ങൾ ഡിപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ. അന്ന് തന്നെ ബംഗ്ലാദേശിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആസാമിലെ ക്യാമ്പിൽ നിന്ന് 123 ആളുകളെ ബംഗ്ലാദേശിലേക്ക് തള്ളിയിട്ടു. ഇത് ഇന്ത്യ ഇടയ്ക്ക് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെ 2-3 കേസസ് ഉണ്ട്, റിപ്പോർട്ട് ചെയ്തതും റിപ്പോർട്ട് ചെയ്യാത്തതുമായിട്ടുള്ള കേസസ് ഉണ്ട്. തള്ളിയിട്ടു എന്ന് പറയുമ്പോൾ അതായത് ബോർഡറിൽ കൊണ്ടുപോയി വെക്കും, തോക്ക് ചൂണ്ടും, എന്നിട്ട് എന്ത് ചെയ്യും, അവരോട് അങ്ങോട്ടേക്ക് പോകാൻ പറയും, അപ്പുറത്തേക്ക് പോകാൻ പറയും. അല്ലെങ്കിൽ ഫിസിക്കലി തള്ളി അപ്പുറത്തേക്ക് ഇടും. അല്ലെങ്കിൽ ബ്ലൈൻഡ് ഫോൾഡായിട്ട് എന്ത് ചെയ്യും, ഇവരോട് അങ്ങോട്ടേക്ക് ഓടാൻ പറയും. പല രീതിയിലത് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നൊരു സാധനമല്ല, ആളുകൾ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുള്ള ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടുണ്ട് പല ഘട്ടമായിട്ട്. അപ്പം അവിടെ നിന്നുള്ള റിപ്പോർട്ട് വന്നിരുന്നു, ഇങ്ങനെ 123 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുള്ളത്. ആ സാറ്റർഡേ, അതായത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ നടക്കുന്ന ഇങ്ങനെ ഒരു ഇതായിട്ട് പറയണം. അപ്പം സാറ്റർഡേ എന്ത് ചെയ്യുന്നുണ്ട്, ഹേമന്ത് ബിശ്വ ശർമ്മ, ആസാമിൻ്റെ ചീഫ് മിനിസ്റ്റർ പറയാണ്, ഞങ്ങളിങ്ങനെ ആളുകളെ അങ്ങോട്ടേക്ക് തള്ളിയിട്ടുണ്ട്, ഇതൊരു നാഷണൽ പോളിസി പ്രൊജക്റ്റാണ്, ആസാം അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് ഭയങ്കര സാധനമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൺഫർമേഷനാണ്, ഇതിൻ്റെ പീസസാണ്, ഈ സ്റ്റോറീൻ്റെ ഓരോ പീസസ് അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു നാഷണൽ ഓപ്പറേഷൻ എന്താണ്, പ്രത്യേകിച്ച് ആ ആഴ്ചക്ക് തൊട്ട് മുന്നത്തെ ആഴ്ചയാണ് ഈ പെഹൽഗാം അറ്റാക്കിന് തൊട്ട് ശേഷം ഗുജറാത്തിൽ നിന്ന് ഏകദേശം 1000-കണക്കിന് ആൾക്കാരെ ബംഗ്ലാദേശികളാണ്, റോഹിംഗ്യാസാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇല്ലീഗൽ ബംഗ്ലാദേശീസ് ആണെന്ന് പറഞ്ഞിട്ട് റൗണ്ട് അപ്പ് ചെയ്ത് ഭയങ്കര വിചിത്രമാണ്. അതേസമയം ഒരു മാനുഷിക പരിഗണന ഇല്ലാതെ, അതായത് ആദ്യത്തെ ദിവസം 1500 ആൾക്കാരാണ് കൊണ്ടുവരുന്നത്, അവരെല്ലാം നടത്തിക്കുകയാണ് ഈ വെയിലത്ത്. അതായത് ഇന്ന് ഡൽഹിത്തെ വെയിൽ നമുക്ക് രണ്ടാക്കും അറിയാം, അതുകൊണ്ട് പറയാം, ആ വെയിലത്ത് നടത്തിച്ച് ഭക്ഷണം കൂടെ കൊടുക്കാതെ ഒരു ദിവസം മൊത്തം നിർപ്പിച്ച്, അതിൽ നിന്ന് ഏകദേശം 850 ആൾക്കാരെന്താണ് ഇന്ത്യൻ ഡോക്യുമെൻറ്റ്സ് കാണിച്ച് വൈകുന്നേരവും പിറ്റേന്നൊക്കെ ആയിട്ട് തിരിച്ചു വിടുന്നുണ്ട്. അപ്പം എന്തോന്ന് നടക്കുന്നുണ്ട്, ഒരു ഷിഫ്റ്റ് ഇന്ത്യയുടെ ഫോറിനേഴ്സ് പോളിസിയിൽ, പ്രത്യേകിച്ച് ഈ ബംഗാളി കമ്മ്യൂണിറ്റീസും ബംഗാളി സ്പീക്കിംഗ് കമ്മ്യൂണിറ്റീസും റോഹിംഗ്യയായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള നമ്മളെന്താ പറയുക, PC ആണ്, അങ്ങനെ ഒരു സാധനം നടക്കുന്നു. ഹേമന്ത് ബിശ്വ ശർമ്മേൻ്റെ ഇത് നടക്കുന്നു. പിന്നെ 1-2 ഭയങ്കര ഒരു വേഗമായിട്ടുള്ള ക്ലൂ ആയിട്ട് 1-2 ആർട്ടിക്കിളുകൾ ഇങ്ങനെ കുറച്ച് റൈറ്റ് വിങ് ഗ്രൂപ്പുകൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. വി ആർ ഗോയിങ് ഫോർ പിഗ് ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം. ഈ പിഗ് ഹണ്ടിങ് എന്നുള്ള കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു മുസ്ലിം റെഫറൻസ് വെച്ചിട്ടുള്ള ഒരു സാധനമാണ് റൈറ്റ് വിങ് അങ്ങനത്തെ ആളുകൾ പറയുന്നത്. അതേപോലെ അതങ്ങനെ ഒരു പ്രഖ്യാപനം, പ്രത്യേകിച്ച് സീസ് ഫയറിൻ്റെ ഒരു സങ്കടവും നിരാശയിലും നിൽക്കുന്ന റൈറ്റ് വിങ്ങേഴ്സ് പെട്ടെന്ന് അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇതെല്ലാം കാണുമ്പോഴാണ് നിരന്തരമായിട്ട് നമ്മൾ റോഹിംഗ്യാസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ആദ്യം ബന്ധപ്പെട്ട ആളുടെ പാരൻസ്, നല്ല പ്രായമായിട്ടുള്ള 2 പാരൻസാണ് ഡീപ്പോർട്ട് ചെയ്യാൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു മനുഷ്യവരണം നമ്മളെപ്പോഴും വെക്കും, അതിൽ ആളുകളെ തിരിച്ചു വീണ്ടും വിളിച്ചു ചോദിച്ചേക്കും എന്താണ് അവസ്ഥ, പ്രശ്നമുണ്ടോ കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിൽ ആ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ വളരെ ആദർശികമായിട്ട് മക്തൂബിനൊരു മെയിൽ വരികയാണ്, ഒരു നൂറ് എന്ന് പറഞ്ഞിട്ട്. അവന് പറയാണ്, നിങ്ങൾ ക്രിസ്ത്യൻസിൻ്റെ മാത്രം കൊടുത്തില്ലല്ലോ, ഞങ്ങൾ മുസ്ലിങ്ങൾ കുറേ പേരുണ്ട്, 25 കുട്ടികൾ പാരൻസ് ഒന്നും ഇല്ലാതെ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൻ്റെ NIOS പഠിക്കുന്നുണ്ട്. അവരിൽ നിന്ന് 8 പേരെ ബാക്കിയുള്ള എല്ലാവരെയും ഇവർ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു.
പ്രത്യേകിച്ച് 8 പേരെ ബാക്കിയുള്ളൂ. ബാക്കിയുള്ള എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഈ 40 ആളില് അല്ലല്ല, ഇത് 41 അല്ല, ഇതൊക്കെ ഓരോ സ്റ്റോറി ഇങ്ങനെ പല ഭാഗത്തുനിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പം ഇതെവിടുന്ന പിടിച്ചോണ്ട് വന്നു? ഇതേ ഉത്തം നഗർ എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ നിന്ന് പിടിച്ചിട്ടുള്ളതാണ്. അപ്പം ഡൽഹിയിലത്തെ റോഹിംഗ്യ ആക്ടിവിസ്റ്റുകൾക്കൊന്നും ഒരു ധാരണ കിട്ടിയില്ല, ലോയേഴ്സിന് കൃത്യമായിട്ടുള്ള ധാരണ കിട്ടിയില്ല. അപ്പം ഇവനൊക്കെ ഓരോ ഡീറ്റെയിൽസ്, അവരുടെ UNHCRന്റെ കാർഡും അവരുടെ ഈ ക്യാമ്പസത്തെ അവരുടെ എന്തായിരുന്നു മാർക്ക് ലിസ്റ്റുകൾ, അവർ എക്സാം സീസണായിരുന്നു, അപ്പോൾ എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് ഇതൊക്കെ അയച്ച് ഞാൻ അവർ കോണ്ടാക്ട് നമ്പർ വാങ്ങിച്ച് നോക്കുമ്പോൾ ആള് ഹരിയാനയിൽ എവിടെയോ ഒളിവിലാണ്. ഡൽഹിയിൽ വിളിക്കുന്ന എല്ലാ റോഹിംഗ്യാസും ഒളിവിലാണ്. ഈ നേരത്തെ പറഞ്ഞ ഡേവിഡ് എന്താണ് ഒരു പാർക്കിൽ ഒളിച്ച് നിൽക്കുകയാണ്. കാരണം നിരന്തരമായിട്ട് ഡിപ്പോർട്ട് ചെയ്ത ഡേവിഡ് അവര് പ്രത്യേകിച്ച് അവരെ വീട്ടില് പോലീസ് വീണ്ടും റെയ്ഡിനായിട്ട് വന്നിട്ടൊക്കെ ഉള്ള പ്രശ്നം നടന്നിട്ട്. അപ്പോൾ ഈ നൂറ് തന്ന ഇൻഫർമേഷനും ഡേവിഡ് തമ്മിൽ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്, ഇവർ തമ്മിൽ കണക്റ്റഡ് അല്ല. ഞാൻ സംസാരിക്കുന്ന ആളുകളും ഇവരായിട്ട് കണക്റ്റഡ് അല്ല. അപ്പോൾ 3 ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് അവിടെ ഉണ്ടാവുകയാണ്. അറിയാതെ അങ്ങനെ ഉണ്ടായവരാണ്. പിന്നെ നമ്മൾ നേരത്തെ ഉള്ള കുറേ ഐഡിയാസ്, പ്രത്യേകിച്ച് റോഹിംഗ്യന, എൻ്റെ മക്തൂബിൽ ആദ്യത്തെ വയലൻസ് സ്റ്റോറി റോഹിംഗ്യയായിട്ട് ബന്ധപ്പെട്ടാണ്. എന്ത് കാര്യം എന്ന് വരുമ്പോഴും സത്യത്തിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ളൊരു ഗ്രൂപ്പ്, ഇന്ത്യയിൽ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ഗ്രൂപ്പ് എന്നുള്ളതിൽ നമ്മൾ അങ്ങനെ റോഹിംഗ്യനെ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട് എല്ലാ സമയത്തും. അപ്പം ഇതെല്ലാം വന്നപ്പം ഒരു ദിവസം, അതായത് ഞാൻ ഞാൻ ആ വാർത്ത ചെയ്യണമെന്നുള്ളതും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഡൽഹിയിലേക്ക് വരുന്നത്. കാരണം ഈ ഫാമിലീസ് ഹൈഡിങ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് റോഹിംഗ്യ ഫാമിലീസ് ഹൈഡിങ് ആണ്. അപ്പോൾ ഇവരെ നേരിട്ട് കാണണം, ഒരു സ്റ്റോറി ചെയ്യണം എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പം അന്ന് രാത്രി അവർ പറയാണ് ഇവരെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ത്രിപുരയിൽ വെച്ചിട്ടാണ് സാധാരണ, ത്രിപുരയിൽ കൊണ്ടുപോയി ത്രിപുരയിൽ നിന്ന് ലാൻഡ് ഏരിയയിലാണ്, അതായത് ലാൻഡ് ബോർഡറിലാണ് സാധാരണ ഡീപ്പോർട്ടേഷൻ നടക്കാറ്. ഇന്ത്യ ചെയ്യുന്നുണ്ട്. ആ സമയമാകുമ്പോഴേക്ക് നമുക്ക് കൺഫർമേഷൻ ഉണ്ട് ഏകദേശം അങ്ങനെ സാധനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഇവർ പറയാണ് അല്ല, കടലിൽ കൊണ്ടുപോയിട്ട് ഇത് ലോജിക്കിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന സാധനം. സ്വാഭാവികമായിട്ടും ഈ യൂറോപ്യൻ കൺട്രീസ് സത്യത്തിൽ ആഫ്രിക്കൻ മെഷീനറീസ് വെച്ച്, മിലീഷ്യാസിനെ വെച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ബോട്ട് അങ്ങോട്ടേക്ക് മൈഗ്രൻസ് വരുന്ന ബോട്ട് എന്തായാലും ഉണ്ട്, മറിച്ചിടുകയും അങ്ങനെ ആളുകളെ കൊല്ലുകയും ചെയ്യുന്ന സംഗതിയുണ്ട്. സ്വാഭാവികമായിട്ട് അവിടെ ഭയങ്കര ഡോക്യുമെൻ്റഡ് ആയ സാധനമാണ്. ഇറ്റലിയും മറ്റങ്ങനത്തെ സ്റ്റേറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പ്ലേ ബുക്ക് ഇവിടെ വരിക, അതെങ്ങനെയാണ് കൊണ്ടുവരിക? എനിക്ക് അതായത് നമ്മൾ അന്ന് തലക്ക് പിടിക്കാത്തൊരു സാധനമാണ്. അങ്ങനെ വെള്ളത്തിൽ കൊണ്ടുപോയി ഇട്ടു, അവർ നീന്തി കയറി. വൃദ്ധരും കുട്ടികളൊക്കെ അല്ലേ? 40 വൃദ്ധരുണ്ട്, കുട്ടികളുണ്ട്. വൃദ്ധരും കുട്ടികൾ മാത്രമല്ല, ചെറുപ്പക്കാരെന്താ ഇല്ലാത്ത ആൾക്കാരാണോ? അവരും മനുഷ്യന്മാരല്ലേ. അപ്പം ഇവരെല്ലാവരും ഇങ്ങനെ കൊണ്ടുപോയിട്ട് എന്നുള്ളത് 43 എന്ന് പറഞ്ഞിട്ടാണ് ആ പെറ്റീഷൻ. അപ്പം അന്ന് തന്നെ എനിക്ക് പെറ്റീഷനും കിട്ടി. അന്ന് രാത്രിയാണ് 10 മണിക്കാണ് പെറ്റീഷൻ കയ്യിൽ കിട്ടുന്നത്. പെറ്റീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ വെക്കുന്ന ഒരു അഫിഡവിറ്റ് ആണ്. അപ്പം അത് മാത്രം മതി നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യാനുള്ള ഗ്രൗണ്ട്സ് ഉണ്ടാക്കാൻ. പിന്നെ 3 ഇൻഡിപെൻഡൻറ്റ്, ഞാൻ നൂറിനെ വിളിച്ചു. അപ്പം നൂറും ഇത് കൺഫേം ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ആളുകൾ പോയിട്ടുണ്ട്, അപ്പുറത്തെത്തിയിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ റോഹിംഗ്യാസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ 2 സോഴ്സസിനെ വിളിച്ചപ്പം അവിടെ മ്യാൻമാറിൽ നിന്ന് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ അവിടെ മിലിറ്ററി അട്ടിമറിക്ക് ശേഷം ഒരു സിവിലിയൻ ഗവൺമെൻറ് ഉണ്ട്, NUG എന്ന് പറഞ്ഞിട്ട് നാഷണൽ യൂണിറ്റി ഗവൺമെൻറ്. അവരുടെ ഭാഗത്ത് നമുക്ക് കുറച്ച് കൺഫർമേഷൻ കിട്ടി ഇങ്ങനെ ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഇൻ്റർമീഡിയറ്ററി വഴി ഈ കമ്മ്യൂണിക്കേഷൻ വന്നപ്പം 3 ആളുകൾ ഓൺ റെക്കോർഡ് സംസാരിക്കുന്നു, ഒരു പെറ്റീഷൻ ഒക്കെ വെച്ചിട്ട്. നമ്മൾ അന്ന് രാത്രി ഈ പെറ്റീഷന് ഈ ലോയേഴ്സ് നമുക്കല്ല അയച്ചിരുന്നത്, ഈ റോഹിംഗ്യാസ് നമുക്ക് അയച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യത്തെ ലോയേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവരൊരിക്കലും മാധ്യമങ്ങളെ വിശ്വസിക്കില്ല. അപ്പം കാരണം അത് ഇങ്ങനെ സമയമെടുക്കും, അവർ കുറച്ച് അതുമേൽ അവർക്ക് വേണ്ട ചില സാധനങ്ങൾ കിട്ടണമെന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു മോശമായിട്ട് പറഞ്ഞല്ലോ കേട്ടോ, ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഭയങ്കര അർജൻസിയും നമുക്ക് തോന്നി. കാരണം നമുക്ക് അന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് 69 ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൽഹിയിൽ ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് പറയുന്നത് 43 ആൾക്കാരാണ്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരുണ്ട്.
പിന്നെ ഇന്ത്യയിൽ മൊത്തം 700 ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡെഫിനറ്റ് ഡിറ്റൻഷനിൽ ഇന്ത്യയിൽ പല ജയിലുകളായിട്ടുണ്ട്. റോഹിംഗ്യൻസ്. ഇതിൽ കുടുംബങ്ങളുണ്ട്, കുട്ടികളുണ്ട്, മറ്റേ പാല് കുടിക്കുന്ന ചെറിയ മക്കൾ മുതലുള്ള ആൾക്കാരുണ്ട്. ആളുകൾ എത്രയോ പേര് മരിച്ചിട്ടുണ്ട് ഈ ക്യാമ്പുകളിൽ. അപ്പം ഇവരെയും ഈ രീതിയിൽ വെള്ളത്തിൽ കൊണ്ടുപോയിടും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റും. നമ്മൾ ബേസിക്കലി ഈ വാർത്ത കിട്ടുമ്പം ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ യുവർ വാച്ച്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇതിനെ സമ്മതിക്കുക എന്നുള്ളത് പറ്റാത്ത സാധനമാണ്. അന്ന് രാത്രി 10 മണിക്ക് പെറ്റീഷൻ കിട്ടുന്നു, ബാക്കി ഡീറ്റെയിൽസ് കിട്ടുന്നു, 4 മണിക്ക് ആർട്ടിക്കിൾ എഴുതി കഴിയുന്നു. 1500 വേർഡുള്ള ആർട്ടിക്കിളാണ്. രാവിലെ 4 മണിക്ക് ഡേവിഡിനെ ഒന്നും കൂടെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുന്നു. ഡേവിഡ് ഓക്കെ പറഞ്ഞിട്ട് ഏകദേശം 9 മണിക്ക് നമ്മളത് പബ്ലിഷ് ചെയ്യുന്നു. അസ്ലേനോടൊന്നും പറഞ്ഞില്ല, അസ്ലേഖാനോട് പറയാതെയാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നത്. അപ്പം ഏകദേശം 10 മണിയായപ്പം ഒരു കോൾ വന്നു. അപ്പം ഞാൻ വെച്ചാൽ ആരാ ഇത്? അപ്പം ഇത് എഴുതിയ ഡ്രാഫ്റ്റ് ചെയ്ത ലോയറാണ്, പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്ത ലോയറാണ്. അപ്പം ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്, അതൊന്നും തിങ്കളാഴ്ചയാണ് നമ്മളിത് ചെയ്യുന്നുള്ളത്. അപ്പം ഈ ലോയർ ഡൽഹിയിലത്തെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എന്ത് ചോദിച്ചിട്ടുണ്ട്, ഈ പെറ്റീഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഇത് അർജൻസി ഉള്ളൊരു മാറ്ററാണ്, നിങ്ങൾ കവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആരും എന്ത് ചെയ്തില്ല, ഇത് വിശ്വസിച്ചില്ല. അപ്പം സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ആകേണ്ട സ്റ്റോറി ഒന്നല്ല, പലരും പിന്നോട്ടടിച്ചുകൊണ്ട് മാത്രം നമ്മൾ ചെയ്ത ഒരു ആയിപ്പോയതാണ്. പക്ഷെ നമ്മളതിൽ പിന്നെ എക്സ്ക്ലൂസീവ് വരുന്ന, അല്ലെങ്കിൽ എക്സ്ക്ലൂസിവിറ്റി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് രാവിലെ മ്യാൻമാറിൽ നിന്നും ഇവരെല്ലാവരും ഒരുമിച്ചുള്ള ഫോട്ടോ, ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അന്ന് രാവിലെ തന്നെ ഒരു 10 മണിയാകുമ്പോഴേക്ക് കിട്ടുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി അവരെ പിടിച്ചു വെച്ചിട്ടുള്ള ഗ്രൂപ്പ്, അവരെ ഒരുമിച്ചുള്ള ഫോട്ടോ, ഇൻഡിവിജ്വൽ ഫോട്ടോ അടക്കം നമുക്ക് കിട്ടുന്നു. സ്റ്റോറി സോളിഡായി. ഞാൻ അന്ന് തന്നെ ഉച്ചക്ക് തന്നെ ക്യാമ്പിൽ പോയി ആളുകൾക്ക് ആ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആരെയും കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇന്നേ വരെ അത് പെറ്റീഷനിൽ പോലും വെക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മളോട് കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ ഫോട്ടോ ആണ്. അതുകൊണ്ട് ചിലപ്പം സുപ്രീം കോടതിയിൽ ആ ഒരു ഡോക്യുമെൻ്റ് വെച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു, സുപ്രീം കോടതി കുറച്ചും കൂടി ഇത് കൺസിഡർ ചെയ്തേനെ. പക്ഷെങ്കിൽ നമ്മൾ സോഴ്സസ് ഹോസ്റ്റൈൽ ആവരുത്. കാരണം ഹോസ്റ്റൈലായി കഴിഞ്ഞാലുള്ള പ്രശ്നം ഇവരുടെ സേഫ്റ്റിയാണ് ബുദ്ധിമുട്ടാവുക എന്നുള്ളത് കൊണ്ട് അത് ആ ഡോക്യുമെൻ്റ് ഇപ്പോഴും പബ്ലിക്കിലില്ല. നമ്മളത് വെച്ചിട്ട് വെരിഫൈ ചെയ്ത്. അതാണോ ഞാൻ ഫോട്ടോ ഉണ്ട്, അതായത് ഈ ഫോട്ടോ കണ്ടപ്പോ ഇങ്ങനെ ക്യാമറ മുമ്പിൽ നിന്ന് കരയുന്ന? അതെ. അവര് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോഴാണ്, അതായത് അവരെത്തി എന്നുള്ളതിൻ്റെ പ്രൂഫ് ഓഫ് ലൈഫ് എന്നുള്ള സാധനം കാണിച്ചു കൊടുത്ത് അത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, വീഡിയോ സ്റ്റോറിയും ഒരു ടെക്സ്റ്റ് സ്റ്റോറിയും കൂടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത 4 ദിവസം, അതായത് എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ചയാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. പിന്നെ ഒരു 4 ദിവസം ഡൽഹിയിലത്തെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എല്ലാ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്ത് നിങ്ങളിത് കവർ ചെയ്യും എന്നുള്ള രീതിയിൽ പിന്നാലെ നടന്ന് ആ പണിയായിരുന്നു ചെയ്തത്. അൽഹംദുലില്ല. പക്ഷെ കുറച്ച് വൈകിപ്പോയി സത്യത്തിൽ. ആ പെറ്റീഷൻ ഹിയറിങ്ങിന് എടുക്കുന്ന അന്ന് അതിൻ്റെ 1 മണിക്കൂർ മുന്നെയാണ് വാർത്തകൾ വന്നു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു ദിവസം മുന്നേ ആയിരുന്നെങ്കിൽ ആ ജഡ്ജ് അതൊന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും മാധ്യമത്തിൽ വായിച്ചിരുന്നെങ്കിൽ ഏതോ രീതിയിലൊരു റിലീഫ് കിട്ടിയില്ല. എന്നാൽ കൂടി വേറൊരു അതിൻ്റെ അതർ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലുള്ള മെയിൻ സ്ട്രീം മീഡിയ കൊടുക്കുന്നതിന് മുന്നേ ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ പോസ്റ്റും പിന്നെ സ്ക്രോളാണ് നമ്മൾ കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടെ ഒരു പെർഫെക്റ്റ് വേർഷൻ ഓഫ് ദ സ്റ്റോറി എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്. അവരും കൊടുത്തു. നേരത്തെ ഡീറ്റെയിൽസ് ഉള്ളത് പിന്നെ വയറൊക്കെ ശരിക്ക് കോടതി കഴിഞ്ഞതിന് ശേഷമാണ് കൊടുക്കുന്നത്, മറ്റു മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്നത്. അതിനിടയിൽ പിന്നെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു, PUCLൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. PUCLായിട്ട് നമ്മളൊരു ബ്രീഫിങ്, ഈ പറഞ്ഞ റോഹിംഗ്യാസ് നമ്മളൊക്കെ ഒരുമിച്ചുള്ളൊരു ബ്രീഫിങ് നടന്നെടുത്തു. അത് വെച്ച് PUCLൻ്റെ കുറച്ചും കൂടെ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇത് വന്നിട്ടുള്ളത്. ഇന്നലെ ഒരു പ്രസ് മീറ്റ്, ആളുകളെല്ലാം കൂടി പ്രസ് മീറ്റൊക്കെ നടത്തി. ഇന്നും അതൊരു എല്ലാവരും അറിയുന്ന വാർത്തയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെങ്കിൽ ഈ അടുത്തൊരു ഹിസ്റ്ററിയിൽ
ഗസ പലസ്തീൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് എടുക്കുന്ന ഏറ്റവും ഇൻഹ്യൂമെയിനായിട്ടുള്ള ഒരു 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 സ്റ്റെപ്പ് സത്യത്തിൽ ഇതായിരിക്കും. ആളുകളെ കൊണ്ടുപോയി കടലിൽ കൊണ്ടുപോയിടുക, അവരോട് നീന്തി കരയിലേക്ക് എത്താൻ പറയുക. ആ കരയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ചുട്ടുകൊന്ന കരയാണ്. ഇവരുടെ കുടുംബക്കാരെ ചുട്ടുകൊന്ന ആ കരയിലേക്ക് തിരിച്ച് നീന്തി കയറാൻ ഒരു സ്റ്റേറ്റ് റെഫ്യൂജി കൺവെൻഷനിൽ ഒപ്പുവെച്ചിട്ടില്ലെങ്കിൽ കൂടി ജനസൈഡിനെതിരെയുള്ള ടോർച്ചറിനെതിരെയുള്ള കൺവെൻഷനുകളിലൊക്കെ ഒപ്പുവെച്ച സ്റ്റേറ്റാണ് ഇന്ത്യ. റൈറ്റ് ടു ലൈഫ് ഈസ് ഫോർ എവ്രിബഡി ഹു ഇസ് പാർട്ട് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അവർ സിറ്റിസൺ ആവണമെന്നില്ല. ആർട്ടിക്കിൾ 21 എല്ലാവർക്കും ഉള്ളതാണ്. അതൊക്കെ മാറ്റിക്കൊണ്ട്, അതും ഇത് ചെയ്യുന്നത് മെയ് 8 തീയതി. മെയ് 8 തീയതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനുമായിട്ട് മിലിറ്ററി ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ എയർ ഡിഫൻസ് ഫോഴ്സും ആയിട്ടുള്ള എയർഫോഴ്സിനെയും നേവീനെയും ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ഒരു അർജൻസി ഇല്ല, അവർ കുറച്ച് വെയിറ്റിങ്ങിൽ ചെയ്യുക, അതുപോലും ചെയ്യാതെ നടത്തിയിട്ടുള്ളൊരു ഓപ്പറേഷനാണ് അത്. ഇനിയും ഡോക്യുമെൻ്റ് ചെയ്യണം, അത് കുറച്ചും കൂടി ഡീറ്റെയിൽസ് അതിലേക്ക് വരണം. അതിൽ ഇപ്പോൾ ഈ അസ്മൻ്റെ ഒരു സ്റ്റോറി നിങ്ങൾ എടുത്തിരുന്നല്ലോ, അപ്പോൾ ആ ഒരു കഥ. അസ്മ ഇന്ന് കല്യാണം ആവേണ്ട കുട്ടിയാണ്. ഇന്ന് പറഞ്ഞാൽ മെയ് 20 തീയതി കല്യാണം കഴിക്കേണ്ട കുട്ടിയാണ്. 2 ആഴ്ച മുന്നെയാണ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാകുന്നത്. നമ്മൾ വീട്ടിൽ പോയി അവരുടെ ഡ്രസ്സുണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ അവർ വേറൊരു അവസ്ഥ തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്മയും ഉമ്മയാണുള്ളത്. അസ്മേൻ്റെ ഉപ്പ മ്യാൻമാർ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. അസ്മേനെ കൊണ്ടുവന്നത് അസ്മേൻ്റെ ഉമ്മാൻ്റെ സഹോദരനായിട്ടുള്ള ഇസ്മായിലാണ്. അപ്പോൾ ഇസ്മായിലായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇസ്മായിലാണ് ഇതിലെ പെറ്റീഷണർ. ഈ സുപ്രീം കോടതിയിൽ പോയിട്ടുള്ള പെറ്റീഷണർ നമ്പർ 1 ഇസ്മായിലാണ്. ഇസ്മായിലിൻ്റെ അതിൻ്റെ ഒരു വേറൊരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ക്യാമ്പ് പോയപ്പം ക്യാമ്പ് ഒരു വേറെ തന്നെ ഒരു അനുഭവം കൂടിയാണ്. ക്യാമ്പ് എവിടെയാണ് ഡൽഹിയിൽ? നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു 10 രൂപക്ക് റിക്ഷ എടുത്തു കഴിഞ്ഞാൽ ശരം വിഹാർ എന്ന് പറഞ്ഞിട്ട് ഷാഹിൻ ബാഗിൻ്റെ അവിടെയാണ് ക്യാമ്പ്. അപ്പം കാലന്തി കുഞ്ചിലാണ് ഏറ്റവും വലിയ ക്യാമ്പ്. കുറച്ചും കൂടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ക്യാമ്പ് ഉള്ളത് അതിൻ്റെ തൊട്ടപ്പുറത്താണ്. അപ്പോൾ ക്യാമ്പിൽ ഇവരുടെ വീട്, അതായത് ഉമ്മയും മോളും നിൽക്കുന്ന വീട് ഇവരെ ഡിപ്പോർട്ട് ചെയ്തെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ കുടുംബക്കാരെന്താണ് അങ്ങനെ കയ്യേറിയെന്നൊന്നും പറയുന്നില്ല. എന്നാൽ കൂടി അവരെന്താക്കാണ് കുറച്ചും കൂടെ സൗകര്യമുള്ള വീട് എന്ന രീതിയിൽ അതിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയപ്പം ആ വീട്ടിലെ സാധനങ്ങളൊക്കെ കുറേ മാറ്റിയിട്ടുണ്ട്. എന്നാലും കല്യാണത്തിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഡ്രസ്സ്, അവരുടെ ചെരുപ്പ്, അവരുടെ എന്തായിരുന്നു മറ്റു സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു ഫോട്ടോ സ്റ്റോറി നമ്മൾ ഇന്ന് അവരുടെ കല്യാണ ദിവസം എന്നുള്ള നിലയിൽ ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു 5 മണിക്കൂർ മുമ്പ് ചായ അടിക്കുമ്പോഴാണ് അത് കാണുന്നത്.